യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ചിന്ത കർത്താവ് യേശുക്രിസ്തുവിനെ പിശാച് പരീക്ഷിക്കുന്നതായ ഭാഗമായ ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് ധ്യാനിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്നും നമ്മൾ ആ ചിന്ത തന്നെ തുടരുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതായ ഈ ആത്മീക ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹപ്രദമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഇന്ന് വല്ലാത്തൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധ ബൈബിൾ തന്നെ പറയുന്നുണ്ട്, സാത്താനും ഇത് അന്ത്യകാലമാണെന്നറിഞ്ഞ് അവൻ്റെ പ്രവൃത്തികൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതായ സംഭവങ്ങളെല്ലാം അത് തെളിയിക്കുന്നുണ്ടല്ലോ. ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നതെന്ന് നമ്മൾ അറിയുകയും അതേപോലെ തന്നെ അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ ദുഷ്ടകാലത്തെ, ഈ കെട്ടകാലത്തെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയത്തുള്ളൂ. എന്ന് മാത്രമല്ല, എഫേസ്യ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, അന്ത്യകാലത്ത് ദുർഘട ദിവസങ്ങൾ വരുമെന്ന്, അല്ലെങ്കിൽ ദുർദിവസങ്ങൾ വരുമെന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ഈ വചന ധ്യാനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്, ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹപ്രദമായി തീരും. നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമുകൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറകോട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. കൂടുതൽ ഇതിൻ്റെ സന്ദേശങ്ങൾ കേൾക്കുവാനും കാണുവാനും സാധിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ അതേ ചിന്തയുടെ തുടർമാനമായ ചിന്തയിലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ വാക്യം ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങളാണ്. അതേ വാക്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും വായിക്കുന്നു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അതെങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നത് ആരാധനയും അംഗീകാരവുമാണ്. എന്നാൽ പകരം പിശാച് ഓഫർ ചെയ്യുന്നതായ കാര്യം, കർത്താവ് യേശുക്രിസ്തുവിന് ഓഫർ ചെയ്ത കാര്യം, നമുക്കും ഓഫർ ചെയ്യുന്ന കാര്യം അധികാരവും മഹത്വവുമാണ്. അതായത് ഈ ലോകത്തിൻ്റെ അധികാരവും അതിൻ്റെ മഹത്വവും. ഇന്ന് ആളുകൾക്കെല്ലാം ആഗ്രഹം അതാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ. ഏത് സമൂഹത്തിലാണെങ്കിലും, അത് ആത്മീയ സമൂഹത്തിലാണെങ്കിലും അല്ലാതെയുള്ള സെക്കുലർ സമൂഹത്തിലാണെങ്കിൽ പോലും ആളുകൾ എല്ലാം തന്നെ ഈ അധികാരത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും പുറകെ പോവുകയാണ്. ഏതെങ്കിലും അംഗീകരണമോ മാന്യതയോ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ ഏതെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കരുത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആരാധനയെ സംബന്ധിച്ചുള്ളതാണ്. ആരാധന എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നതായ ബഹുമാനമാണ്. അതുപോലെ തന്നെ അവൻ്റെ വിശുദ്ധിക്കനുസരിച്ച് നാം ദൈവത്തെ ആരാധിക്കണം. കേവലം നമ്മളുടേതായ നിലവാരത്തിലല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, മറിച്ച് അവൻ്റെ വിശുദ്ധിക്കനുസരിച്ച് നാം ആരാധിക്കണം. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവീക വിശുദ്ധി പ്രാപിക്കുന്നതായ ഒരു ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ്. പിശാച് ദൈവത്തിന് ഈ ആരാധനയും ആ അംഗീകരണവും ലഭിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. എന്നാൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും തൻ്റെ വിശുദ്ധി പ്രാപിച്ച് നാം ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നാം ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നാൽ പകരം പിശാച് എന്ത് ചെയ്യുന്നു? നമ്മളിൽ പാപത്തിൻ്റെ ആ ഒരു ആധിക്യം കൂട്ടിക്കൊണ്ട് നാം നമ്മുടെ ആരാധനയും അതുപോലെ നമ്മുടെ അംഗീകരണവും അവന് കൊടുക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പിശാച് അഹോരാത്രം അവൻ പണിയെടുക്കുന്നു. വാസ്തവത്തിൽ ഈ 3 പരീക്ഷകളിൽ ഏറ്റവും ഇൻറ്റൻസിറ്റി ഉള്ള പരീക്ഷയായിരുന്നു ഈ 2ാമത്തെ പരീക്ഷ എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ കുറച്ചുകൂടെ വിഭിന്നമായിട്ട് മത്തായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പറയുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഈ ലൂക്കോസിന്റെ സുവിശേഷം ഈ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് യേശു സാത്താനോട് പറഞ്ഞതായ കാര്യം, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു.
ഈ ഓരോ പരീക്ഷണ ഘട്ടങ്ങളിലും കർത്താവ് യേശുക്രിസ്തു ദൈവവചനത്തെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം യേശു നമുക്കൊരു മാതൃക കാണിച്ചു തരിക. നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനത്തെ നാം ഉപയോഗിക്കണം. ആ വചനം നമുക്ക് യൂസ്ഫുൾ ആയി തീരണം. അതിന് നാം ദൈവത്തിൻ്റെ വചനം വായിക്കണം, ദൈവത്തിൻ്റെ വചനം പഠിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഓരോ പരീക്ഷണ ഘട്ടങ്ങളിലും യേശു ചെയ്ത കാര്യം ദൈവവചനത്തിലെ തിരുവെഴുത്തുകളെ തൻ്റെ നാവിലൂടെ പിശാചിനോട് ഉച്ചരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ചെയ്തത്? കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, പിശാച് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ വിറയ്ക്കുന്നു. പല കാരണങ്ങളുണ്ട് പിശാച് വിറയ്ക്കുവാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവനെക്കുറിച്ചുള്ള വിധി വ്യക്തമായി എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പിശാചിന് വരാൻ പോകുന്നതായ തടവറയെക്കുറിച്ചും പിശാചിന് വരാൻ പോകുന്ന നിത്യദണ്ഡനത്തെക്കുറിച്ചും എല്ലാം വിശുദ്ധ ബൈബിൾ പരാമർശിക്കുന്നുകൊണ്ട് വിശുദ്ധ ബൈബിളിനെ പിശാച് ഭയപ്പെടുന്നു. ബൈബിളിനെ പിശാച് ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ബൈബിൾ ഒരു ഉപകരണമാക്കരുത്. പല ആളുകളും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രിയിൽ കിടക്കാൻ നേരം 91 സങ്കീർത്തനം നിവൃത്തി വെച്ചിട്ട് തലേൻ്റെ അടിയിലോട്ട് കയറ്റി വെച്ച് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, ബൈബിൾ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ചിന്തയിൽ. ചില ആളുകൾ നിവൃത്തി വെച്ച ബൈബിളിൻ്റെ മുകളിൽ വെൽവെറ്റ് തുണി വിരിച്ച് ഒരു ബുക്ക് സ്റ്റാൻഡിൽ വീടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് വയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ചെയ്താൽ നമുക്ക് ഒരു വിടുതലും കിട്ടത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് പിണങ്ങുമായിരിക്കാം. പക്ഷേ ഞാനൊരു സത്യം പറയട്ടെ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് പിശാചിന് ഇഷ്ടമാണ്. നീ ഇതിനെ ഈ രീതിയിൽ കാണണം. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലാണ് കടന്നു വരേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നതെന്നുള്ളത് നമ്മൾ ഗ്രഹിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് പിശാച് ഭയപ്പെടുന്നത്. അതുകൊണ്ടല്ലേ ഒരു ക്രിസ്ത്യാനിയായ വ്യക്തി മദ്യപാനിയായി അവൻ ഓടയിൽ കിടന്നാലും ആർക്കും ഒരു പ്രശ്നമില്ല. അതേസമയം അവൻ വിശുദ്ധ ബൈബിളും എടുത്ത് വചനപ്രകാരം അവൻ ജീവിക്കാൻ തുടങ്ങിയാൽ ലോകം മുഴുവനും അവനെതിരായിട്ട് മാറും. കാരണം പിശാച് അതിനെ ഭയപ്പെടുന്നു. നാം വചനം വായിക്കുന്നത് തന്നെ, നാം വചനം ഗ്രഹിക്കുന്നത് തന്നെ, നാം വചനം അനുസരിക്കുന്നത് തന്നെയാണ് പിശാച് ഭയപ്പെടുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഒരു വിഷയത്തിൽ ദൈവവചനവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്താൽ അതിനനുസരിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ പിശാച് നമ്മളെ ഭയപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് യേശുക്രിസ്തു ഇവിടെ ദൈവത്തിൻ്റെ വചനത്തെ ഉപയോഗിക്കുകയാണ്. യേശു എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യമാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഉദ്ധരിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. ദൈവത്തെ ആണ് നാം ഭയപ്പെടേണ്ടത്, ദൈവത്തെയാണ് നാം സേവിക്കേണ്ടത്, അല്ലെങ്കിൽ ആരാധിക്കേണ്ടതെന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ ബൈബിൾ എന്നുള്ള പേര് പറയുമ്പോഴേ, അല്ലെങ്കിൽ തിരുവെഴുത്ത് എന്ന പേര് പറയുമ്പോഴേ പിശാച് ഭയപ്പെട്ടു പോകും. അങ്ങനെയാണെങ്കിൽ തിരുവെഴുത്തിന് പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെ പിശാച് ഭയപ്പെടുന്നു. തിരുവെഴുത്തിന് പ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു സഭയെ പിശാച് ഭയപ്പെടുന്നു. തിരുവെഴുത്തിൽ എന്തൊക്കെ പറയുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം അനുസരിക്കുന്ന സഭയാണ് ദേശത്ത് പിശാച് ഭയപ്പെടുന്ന സഭ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ യേശുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, സമീപനം നമ്മൾ നോക്കണം. പിശാചിനെ എതിർക്കുന്ന സമീപനമാണ്. ഇവനെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകണം, കുറച്ച് കാര്യം സാധിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ നിൽക്കുന്ന ഒരു യേശുവിനല്ല നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ടോട്ടലി പിശാചിനെ എതിർക്കുന്നതായ ഒരു യേശുവിനെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നീട് യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്ന പോലെ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും എന്നുള്ളതായ അതേ ആഹ്വാനത്തെ യേശു ഇവിടെ മുൻകൂട്ടി നിവർത്തിക്കുക. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും യേശു ഒരു മാതൃക കാണിക്കുന്നു. റെസിസ്റ്റ് ദ ഡെവിൾ, പിശാചിനോട് നിങ്ങൾ എതിർത്തു നിൽക്കണം. അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങുന്നവർക്ക് മാത്രമേ പിശാചിനോട് എതിർത്തു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അപ്രകാരമായിരിക്കണം, നമ്മുടെ ബോഡി ലാംഗ്വേജ് അപ്രകാരമായിരിക്കണം. പിശാചിനോട് എതിർത്തു നിൽക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിശാചിൽ നിന്നും അകലം പാലിക്കുവാൻ കഴിയും. പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകുവാൻ ഇടയായിത്തീരും. പിശാച് വിട്ട് ഓടിപ്പോകുമ്പോൾ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെന്നില്ലാത്ത സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്ന് മാത്രമല്ല, കാര്യങ്ങളെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. എൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്.
പിശാച് നമ്മുടെ വഴികളിൽ സ്വാധീനം ചെലുത്തുമ്പോൾ നമുക്ക് ഒന്നും പ്ലാൻ ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് ഒരു കാര്യം പോലും ചെയ്യാൻ കഴിവില്ലാതെ മടിയന്മാരായി അലസന്മാരായി നമ്മൾ ഇരുന്നു പോകും. പക്ഷേ നാം ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ മഹത്വം ഇറങ്ങി വരുന്നത് കാണുവാൻ കഴിയും. പഴയ നിയമ പുസ്തകങ്ങളിൽ രാജാക്കന്മാരുടെ കാര്യങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, ദൈവം ചില രാജാക്കന്മാർക്ക് സ്വസ്ഥത കൊടുത്തപ്പോൾ, ചില രാജ്യങ്ങൾക്ക് സ്വസ്ഥത കൊടുത്തപ്പോൾ, അതായത് അവരെ ഉപദ്രവിക്കുന്ന പിശാചിനെ ദൈവം അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞപ്പോൾ അവർ മതിലുകളും നഗരങ്ങളും ഭണ്ഡാരശാലകളും അവർ പണിതു എന്നുള്ളത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് പിശാചിനോട് ദൈവവചനത്താൽ എതിർത്ത് നിൽപ്പാൻ കഴിയുമാറാകട്ടെ. അതിനുള്ളൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഇവിടെ ഞങ്ങൾ വായിച്ചതുപോലെ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ. കർത്താവേ, പിശാച് ആരാധനയും അംഗീകരണവും ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്ന വചനം പോലെ കർത്താവെ, അങ്ങേ മാത്രം ആരാധിച്ച് പിശാചിനോട് എതിർത്ത് നിന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.